ഇത് പറഞ്ഞാൽ എനിക്ക് നാളെ ധനം വരുമെന്നാണ് പറയുന്നത്. പലരും യൂട്യൂബ് ചാനൽ എല്ലാവരും പറയും നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ ചെയ്യൂ. ആ വീഡിയോയുടെയാണ് 11-12 മിനിറ്റ് പുള്ളി അങ്ങനെ സംസാരിക്കും. ഇന്ന മന്ത്രം ജപി. നിങ്ങളൊരു കാര്യം ചെയ്യും. ഇത് ഞാൻ ചെറുപ്പക്കാരോടാണ് പറയുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഏത് രീതിയിലാണ് കാശ് അല്ലെങ്കിൽ ധനം സ്വർണ്ണം ഒക്കെ വരുന്നത്? ഏത് രീതിയിലാണ്? അല്ല, എനിക്കത് ആലോചിച്ചിട്ട് മനസ്സിലാവണില്ലെന്നേ. ഇപ്പോൾ വാരാഹി ഞങ്ങൾ മാന്ത്രികന്മാരുടെ ഇടയിൽ വാരാഹി, വാർത്താളി, പന്നിമുഖി എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ ദേവത ഒരേ ചൈതന്യം തന്നെ വ്യത്യസ്തമായി പറയുന്നുണ്ട്. അമ്മ പോവില്ല. അമ്മ എന്തുകൊണ്ട് പോകുന്നില്ല? അമ്മ അവിടെ തന്നെ ഈ വരുന്ന നമ്മുടെ എല്ലാ ദുരിതവും അമ്മ ഏറ്റെടുക്കുക. വെള്ളപ്പാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാണ്ട് രോഗമുണ്ട്, നാഗദോഷമുള്ള ആളാണ്. പിന്നെ നമുക്ക് നാലാം വേദം എന്ന് പറയുന്നത് അഥർവമല്ല, മുസ്ലിം വേദത്തിൻ്റെ ദുരിതത്തിന് വേണ്ടി വരാഹം പൂജ ചെയ്യുന്നവരുണ്ട്. ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നത് പതിവാണ്. സാധാരണ ഈ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം സ്വാഭാവികമാണ് നമ്മുടെ മുന്നിൽ വരും. അപ്പോൾ നമ്മൾ വിശ്വാസിയായിട്ടുള്ള ജ്ഞാനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾ നേരെ ചിലപ്പോൾ ജ്യോതിഷനെ കാണുന്നു. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അവർ പറയുന്നു അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യുന്നു. നമ്മൾ ചിലപ്പോൾ എല്ലാം ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ പലരും ചെയ്യാറുമില്ല. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഈ ചെയ്യുന്നവർക്ക് പലതും ഫലിക്കുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള വിശ്വാസം, ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോഴുള്ള വിശ്വാസം പലർക്കും കുറയുന്നു. അതിനുള്ള കാരണം എന്തായി? അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജ്യോത്സ്യന് തന്നെ പറഞ്ഞു കൊടുക്കുന്നയാളെ ഇന്നത് ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ദുരിതം വരുന്നു, ഇന്ന കാര്യം ചെയ്യാൻ പറയും. അദ്ദേഹം ചാർത്തെഴുതി കൊടുത്ത് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചെയ്യാൻ പറയുന്നവർ അവരത് കൃത്യമായി എഴുതി കൊടുക്കുന്ന ജ്യോത്സ്യൻ്റെ അറിവില്ലായ്മയാണ് ഒന്ന്. നമ്മൾ കണ്ടെത്തുന്ന ജ്യോത്സ്യൻ്റെ അറിവില്ലായ്മയാണ് ഒരു കാര്യം. കാരണം നമ്മൾ ചില ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ വിഷയം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവർ കുറേ കാര്യങ്ങൾ പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, പറയും. പക്ഷേ മറ്റു ചില ജ്യോത്സ്യന്മാരുണ്ട്, നമ്മൾ ചെല്ലുന്ന സമയം എടുത്ത് കറക്റ്റ് ചെയ്ത് അവരെ എല്ലാ കാര്യവും നമ്മളടുത്ത് പറയും. ഇങ്ങനെ പറയുന്നവർ വളരെ ചുരുക്കമാണ്. മറ്റുള്ളവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അവർ ജ്യോത്സ്യനല്ല എന്നുള്ളത്, അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആ വിഷയത്തിന് നമ്മൾ ഒരു ചെറിയൊരു സംവിധാനം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയും. മറ്റദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുന്നു, ആ സമയം എടുത്ത് അദ്ദേഹം ഉള്ളതോ ഇല്ലാത്തതോ അങ്ങ് പറയും. അദ്ദേഹത്തിന് ആ കവിടിയിൽ കണ്ട കാര്യങ്ങൾ പറയുന്നു. അവരെല്ലാം ഒതുങ്ങിയായിരിക്കുന്നത്. ശ്രദ്ധിച്ചു കാണില്ല. ഇതുപോലെ രംഗത്ത് വരാനോ ആളുകളുടെ ഇടയിൽ വരാനോ ഒന്നും അവർ ഇതില്ല. അവർ വളരെ രഹസ്യമായിട്ടിരിക്കും. നമ്മൾ ചെന്ന് ചാടുന്നത് പ്രശസ്തരുടെ അടുത്താണ്. അതെ, നമുക്ക് ഈ പ്രശസ്തി ഇതേപോലെ ഗിമ്മിക്കാണ് പലരും ഈ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നത്. ഞാൻ ജ്യോതിഷനാണെങ്കിൽ ഈ ജ്യോതിഷം, മാന്ത്രികം, പൂജ ഒരു എത്തിക്സും ഞാൻ പാലിക്കാതെ ഞാൻ മറ്റൊരാളെ ഉപദേശിച്ചാൽ എന്തായിരിക്കും? ഈശ്വരനുണ്ട് എന്ന് എനിക്ക് പോലും ബോധ്യമല്ല. പറഞ്ഞാൽ അത് ആ കണക്കാണ് അവർ പറയുന്നത്. അവർക്ക് പോലും ഇതില്ല. അവർക്ക് ഇതുകൊണ്ട് ജീവിക്കണം, അവർക്ക് അതുകൊണ്ട് ജീവിക്കണം. അപ്പോൾ എന്ത് പറയും? നാളെ ക്യാൻസർ മരിച്ച് താൻ മരിക്കും എന്ന് ജ്യോതിഷത്തിൽ കണ്ടെന്ന് വെച്ചു. ക്യാൻസർ ഒന്ന് അവസാന സ്റ്റേജാണ്, ഞാൻ മരിച്ചു എന്ന് കണ്ടാൽ ഇവർ പറയുമെന്ന് പറഞ്ഞാൽ നാളെ ശരിയാക്കി തരാം, ഇത് നിങ്ങൾ പിന്നെയും വന്നാൽ മതി, റെഡിയാവും. ഒരിക്കലും റെഡിയാവില്ല. അപ്പോൾ ഇവരുടെ ഈ ചുറ്റും നിൽക്കുന്നവരുടെ കുടുംബക്കാരുണ്ടല്ലോ, ഈ ജ്യോതിഷത്തോട് തന്നെ ഇതിനോട് തന്നെ വിരക്തിയാവും, ഇതിലേക്ക് വരാതെയാവും. ഇതിനകത്തുള്ള ഒരു ശാസ്ത്രീയത പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇല്ലാത്ത അവസ്ഥ. അത് നമ്മൾ കണ്ടെത്തുന്ന, ഇപ്പം നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ കണ്ടെത്തുന്ന വ്യക്തിയിൽ നമുക്ക് പറ്റുന്ന ദൈവാധീന കുറവായിരിക്കും. നമ്മൾ നശിച്ച് തന്നെ തീരണം, അവിടെയും പൈസ പോകണം എന്നുള്ള ദൈവാധീന കുറവായിരിക്കും. പിന്നെ ഞാൻ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ കുറേ മന്ത്രങ്ങൾ, നമ്മുടെ യൂട്യൂബുകളിലെല്ലാം കുറേ മന്ത്രങ്ങൾ, വാരാഹി വജ്രകോശം, ഇത് പറഞ്ഞാൽ എനിക്ക് നാളെ ധനം വരുമെന്നാണ് പറയുന്നത്. പലരും യൂട്യൂബ് ചാനൽ എല്ലാവരും പറയും നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ ചെയ്യൂ. വീഡിയോയുടെയാണ് 11-12 മിനിറ്റ് പുള്ളി അങ്ങനെ സംസാരിക്കും. ഇന്ന മന്ത്രം ജപി. നിങ്ങളൊരു കാര്യം ചെയ്യും. ഇത് ഞാൻ ചെറുപ്പക്കാരോടാണ് പറയുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവർ പറയുന്നത് ഇനി ഏത് പ്രഗത്ഭനാണെങ്കിലും ചെയ്യരുത്. കാരണം എനിക്കിപ്പോൾ നാഗദോഷം ഉണ്ടെന്ന് വെച്ചു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായൊരു ദോഷമുള്ള ഒരാൾ, ഞാൻ ഈ കാണുന്ന ഒരു വരി മന്ത്രം ജപിച്ചാൽ ഇതൊന്നും നടക്കില്ല. ഈ ദോഷം എന്നിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. എൻ്റെ പിതൃദോഷം, നാഗദോഷം, പിന്നെ മറ്റു ചില തീർക്കാൻ പറ്റാത്ത ചില ദുരിതങ്ങളുണ്ട് എല്ലാവർക്കും. ഈ ദുരിതമുള്ളൊരു മനുഷ്യൻ ഇതിപ്പം കാണുകയാണ്, വീട്ടിനകത്തിരുന്ന് കാണുകയാണ്, ആരും കാണുന്നില്ല,
വജ്രകോശം തട്ടാൻ നമുക്ക്. നാളെ വരും പൈസ. ഇവനിരുന്ന് ഭയങ്കരമായി ജപിക്കും. അങ്ങനെ ജപിച്ച ആൾക്കാരെ എനിക്കറിയാം. ഇവിടുത്തെ പിന്നെ ഒരുവിധം വിദ്യാഭ്യാസമുള്ള ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വജ്രകോശം ജപിക്കുന്നു. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട്? വന്ന ആളുകൂടെ വരുന്നില്ല, ഉള്ളതുകൊണ്ട് പോയി. ഉള്ളതുകൂടെ പോയി. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? യൂട്യൂബിൽ നിന്ന് കിട്ടി. എവിടെ നിന്ന് കിട്ടി? അത് യൂട്യൂബിൽ ഇത്രയും പിന്നെ ഇതുള്ള യൂട്യൂബല്ലേ ഇത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. രണ്ടാമതൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു മന്ത്രം, വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു 7 ദിവസം പോവുകയെങ്കിലും വേണം. അപ്പം നിങ്ങൾക്ക് മന്ത്രം വജ്രകോശം ഇത് ബലിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. വജ്രകോശം ജപിക്കണം. നിങ്ങൾ ഈ വാരാഹി ക്ഷേത്രം കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. വിഷ്ണുവിൻ്റെ സ്ത്രയണഭാവം, വരാഹത്തിൻ്റെ സ്ത്രയണഭാവമാണ് വാരാഹി. മാന്ത്രികന്മാരുടെ ഇടയിൽ വേറെ ഒരുപാട് എതിരഭിപ്രായങ്ങളുണ്ട്. വാരാഹിയുണ്ട്, വാർത്താളിയുണ്ട്, പന്നിമുഖിയുണ്ട് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പം അത് മാന്ത്രികന്മാരുടെ ഇടയിൽ ഒരുപാട് വിഭിന്നമായ അഭിപ്രായമുണ്ട്. സപ്തമാതൃക്കളുടെ ഇടയിലും വാരാഹിയുണ്ട്. പിന്നെ മഹാവിഷ്ണുവിന് വരാഹത്തിൻ്റെ സ്ത്രയണശക്തി, മഹാവിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തെ ബാലൻസ് ചെയ്യാനുള്ള സ്ത്രയണശക്തിയാണ് എന്ന് പറയും, വരാഹി എന്ന് പറയുന്നുണ്ട്. വരാഹ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ സപ്തമാതൃക്കളുള്ളിടത്ത് കാണും വരാഹി കാണും. അവിടെയെങ്കിലും ചെന്ന് എങ്ങനെ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം പ്രാർത്ഥിച്ചിട്ട് വേണം ഇതൊക്കെ. അതിന് മുമ്പായി വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആഹാരം കൂടെ വാങ്ങിച്ചു കൊടുക്കണം. വീട്ടിൽ അച്ഛനും അമ്മയും പട്ടിണി കിടക്കുകയാണ്, ഞാനും എൻ്റെ ഭാര്യയും സുന്ദരമായ മക്കളും ജീവിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇനി വാരാഹിയല്ല എന്ത് ജപിച്ചാലും ഭരിക്കില്ല. അതോടൊപ്പം തൊട്ടടുത്ത് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പോകണം. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോകണം. ഗ്രാമക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഗ്രാമക്ഷേത്രത്തിൽ പോകണം. നിങ്ങളുടെ ഒരു പൈസ അല്ലെങ്കിൽ ചെന്ന് തൊഴണം. തൊഴുതിട്ട് വേണം വന്നിരുന്ന് വാരാഹി വജ്രകോശം ജപിക്കാം. അല്ലാതെ ഇത് ഫലിക്കില്ല. അല്ല വാരാഹിയല്ല, ഇപ്പം വജ്രകോശം ഇപ്പോൾ ഇത് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മന്ത്രം ജപിക്കുമ്പോഴേ എനിക്ക് ഏത് രീതിയിലാണ് കാശ് അല്ലെങ്കിൽ ധനം സ്വർണ്ണം ഒക്കെ വരുന്നത്? ഏത് രീതിയിലാണ്? അല്ല എനിക്കത് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലെന്നേ. ഇപ്പോൾ വാരാഹി ഞങ്ങൾ മാന്ത്രികന്മാരുടെ ഇടയിൽ വാരാഹി, വാർത്താളി, പന്നിമുഖി എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ ദേവത ഒരേ ചൈതന്യം തന്നെ വ്യത്യസ്തമായി പറയുന്നുണ്ട്. അവരിതിനെ പിന്നെ ഒരു ശത്രു സംഹാരത്തിന് ഉപയോഗിക്കാറുണ്ട്. വാരാഹി, പന്നിമുഖി ഒക്കെ വെച്ച് ശത്രു സംഹാരത്തിന് രൗദ്ര രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. ദേവതമാരുടെ ബന്ധനങ്ങൾ അറക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ഈ ദേവത പവർഫുള്ളാണ്. ഈ ദേവത മോശമെന്നോ ദേവത പവർഫുള്ളെന്നോ പിന്നെ മോശക്കുറവെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് നാലാം വേദം എന്ന് പറയുന്നത് അഥർവമല്ല, മുസ്ലിം വേദത്തിൻ്റെ ദുരിതത്തിന് വേണ്ടി വരാഹം പൂജ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് വരുന്ന ദോഷദുരിതങ്ങൾ ഒരു പള്ളിയിൽ നിന്നോ എന്തെങ്കിലും അതിന് വരാഹമാണ് എഫക്റ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ദേവത മോശം ദേവതയോ അല്ലെങ്കിൽ ചൈതന്യമോ ഒന്നുമല്ല. നാടിനെ പോലും നശിപ്പിക്കാൻ ഈ ദേവതയെ കൊണ്ട് കഴിയും എന്നാണ് പറയുന്നത്. അത് മാന്ത്രികന്മാർ പറയുന്നു വാരാഹി അല്ലെങ്കിൽ വാർത്താളിയാണെന്ന് പറയുന്നു, ഇവർ പറയുന്നു ഇതാണെന്ന് പറയുന്നു. ഇതിനഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട്, വ്യത്യസ്തമായ അഭിപ്രായം. എന്തായിരുന്നാലും പന്നിയുടെ മുഖമുള്ള ദേവതയെ കൊണ്ട് ഇതൊക്കെ ചെയ്യാം എന്നല്ല നമുക്ക് പറയാം. സ്ത്രീ സ്വരൂപത്തിലുള്ളത് ഇതൊക്കെ ചെയ്യിക്കാമെന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. ഇത് എടുത്തു വെച്ചിട്ട് ഒരു സാധാരണക്കാരൻ വീട്ടിൽ ഒരു നാഗദോഷം കൊണ്ട് ദുരിതപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിനകത്തുള്ള ഒരാൾ ഇത് ജപിച്ചാൽ ഒരിക്കലും ഫലിക്കില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് ഉണ്ട്. നാഗദോഷം, സർപ്പദോഷം ഒക്കെ പറയുന്നുണ്ട്. ഈ സർപ്പദോഷങ്ങൾ നമുക്കത് ഉള്ളതാണോ, അല്ലെങ്കിൽ അതിന് എന്ത് പരിഹാരമാണുള്ളത്? പല പരിഹാരങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെ ഒരു ദോഷം വന്നാൽ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ? ഈ നാഗദോഷം ഒരു 2-3 സ്റ്റേജായിട്ട് തന്നെ നമുക്ക് പറയാം. ഈ നാഗദോഷത്തെക്കുറിച്ച് കേരളത്തിൽ നമ്മൾ പരശുരാമൻ കേരളം സൃഷ്ടിച്ച സമയത്ത് കടൽ മാറിയതിന് ശേഷം ഉപ്പിൻ്റെ അംശം മാറ്റാൻ വേണ്ടി നാഗങ്ങളെ കൊണ്ടുവന്നെന്നും ഈ കൊണ്ടുവന്ന് അതിൻ്റെ വായുവിൽ നിന്ന് വിഷാംശത്തിൽ നിന്ന് ഉപ്പ് മാറ്റിയെന്നും ഭൂമി അത് പല രീതിയിൽ കഥകൾ പലയിടത്ത് പറയുന്നു. അങ്ങനെ പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ നാഗർക്ക് പ്രാധാന്യം നമ്മുടെ കേരള ഭൂമിയിൽ വന്നത്, കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഇത് വരുമ്പോൾ നമ്മൾ എല്ലാ വീടുകളുടെ ചുറ്റും പണ്ടുള്ളവരെല്ലാം നാഗർക്കൊരു പ്രത്യേക സ്ഥലം, പാമ്പിനൊരു പ്രത്യേക സ്ഥലം പ്രതിഷ്ഠ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം നാഗരുടെ ഭൂമിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു നാഗദോഷമുള്ള ഒരാൾ, നമുക്കിത് പറഞ്ഞ ആളുകൾ ഓട്ടിച്ചിട്ടടിക്കും, ഇത് വിശ്വാസിക്ക് വേണ്ടി മാത്രമാണ്. നാഗദോഷമുള്ള ഒരാൾ വിളക്ക് കത്തിച്ചാൽ, ഒരു പൂജയ്ക്ക് വിളക്ക് കത്തിച്ചാൽ ആ പൂജ ഫലിക്കില്ല.
ഇതെങ്ങനെ അറിയാൻ പറ്റി ഒരാൾക്ക് നാഗദോഷം ഏറ്റതാണെന്ന് എങ്ങനെ മനസ്സിലായി? നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാം. നമുക്ക് ഒരാളെ കുറിച്ച് മോശമല്ല പറയുന്നത്. അല്ല, നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. അത് വ്യക്തിയിലേക്ക് വരും. ഈ ജാതകം നോക്കിയാണ് ജാതകം അല്ലാതെ പറയാം. നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ പറയാം. വെള്ളപ്പാണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പാണ്ട് രോഗമുണ്ട്, നാഗദോഷമുള്ള ആളാണ്. വെള്ളപ്പാണ്ട് പാടിച്ച് നാഗദോഷമുള്ള അടുത്ത തലമുറ, അദ്ദേഹത്തിന്റെ അടുത്ത തലമുറ ദുരിതത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹമായിട്ട് വെള്ളപ്പാണ്ട് പിടിക്കാൻ നമ്മൾ പറയും നമുക്ക് അത് രോഗമാണ്. മെലാനിന്റെ അത് കുറവാണ്. അത് അതിനെക്കുറിച്ച് ദോഷമല്ല പറയുന്നത്. ഇത് വിശ്വാസി മാത്രം ചിന്തിച്ചാൽ മതി. ഇത് വിശ്വാസി മാത്രം എടുത്താൽ മതി. നമ്മൾ പ്രത്യക്ഷത്തിൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്കിത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ പൂജകളിൽ നമ്മൾ കാണുന്നത്, പൂജകൾക്കാണ് നാഗദോഷമുള്ള ഒരു പ്രത്യക്ഷം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളപ്പാണ്ട് എന്ന് പറയും. അങ്ങനെ അത് പ്രത്യക്ഷ ഉദാഹരണമാണ്. അപ്പോൾ ആ അദ്ദേഹം നമ്മളൊരു പൂജയ്ക്ക് വന്ന് വിളക്ക് കത്തിച്ചാൽ ആ പൂജ ഫലിക്കില്ല എന്നാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗമാണ്. രോഗത്തിന് മരുന്നുണ്ട്, മരുന്നുണ്ട്. അപ്പോൾ വിശ്വാസികൾ പൂജാരിമാരുടെ ഇടയിൽ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. അത് അവരെന്താ പറയുക, ഇപ്പം നമ്മൾ പ്രമുഖമായ ഇവിടെയുള്ള ഇല്ലങ്ങളുടെ നമ്പൂതിരിമാരുടെ അടുത്ത് ഇത് ചോദിച്ചാൽ അവർ പറയും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം എന്താണ്, മറ്റേ മാനസികമായിട്ട് വിഷമിപ്പിക്കേണ്ടതാണ്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ, എനിക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയ്ക്കകത്ത് ഈ ജ്യോതിഷം, കുറഞ്ഞ ജ്യോതിഷം ഒക്കെ കൂട്ടായ്മയ്ക്കകത്ത് ഈ സാമ്പത്തികമായി കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പറയും ഇന്ന ആളിനെ ജ്യോത്സ്യനെ കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് പറയുകയും ഇങ്ങനെ പല ജ്യോത്സ്യന്മാരെ നമ്മൾ റെഫർ ചെയ്യാറുണ്ട്. ഇന്ന ജ്യോത്സ്യനോട് അദ്ദേഹം നോക്കും എന്ന് പറയാം. ഇതുപോലെ തന്നെ ഒരു നാഗദോഷമുള്ള ഒരാളെ കൊണ്ട് ഒരിടത്ത് ജ്യോതിഷം വെക്കാൻ പോയി. അപ്പം ഞാൻ ഈ പറഞ്ഞ ആളിൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റേ ആളിന് ദോഷം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പം നിനക്ക് വരുന്ന പൂജയും കൂടെ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മനുഷ്യട്ടാ ഞാൻ ചെയ്തോളാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ഭാഗത്താണ് ഇദ്ദേഹം പോയി. അപ്പം ഇങ്ങനെ ഒരു നാഗദോഷമുള്ള ഒരാളെയും കൂടെ കൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് പിന്നെ പ്രശ്നമൊക്കെ വെച്ചു. അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന് പൈസ കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ എന്നെ മറ്റേ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇതിന് മേലാൽ എന്നെ വിളിച്ചു ഓരോന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അതൊരു ബ്രാഹ്മണൻ ഇരുന്നു, അല്ല ആരോ ഒരാൾ അദ്ദേഹത്തെ വിളിച്ചു, മേലാൽ ഇതിനെ വിളിച്ചു. അവരുടെ പൈസയൊക്കെ ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ അദ്ദേഹത്തെ വിളിച്ച് പൂജ ചെയ്തിട്ടില്ല. ഇതൊരു അന്ധവിശ്വാസമാവാം. കൈനീട്ടം പോലും വാങ്ങിക്കാത്തവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ. അപ്പം നമ്മളെന്ത് ചെയ്യും, ഇപ്പം ഇങ്ങനെയുള്ള ഒരാൾ നമ്മളിപ്പോൾ ചെല്ലുകയാണ്, ഇപ്പം ഞാൻ ചെല്ലുകയാണ്, നമ്മളൊരാളിനെ കാണുന്നു, ഇങ്ങനെയുള്ള ഒരാളിനെ കാണുന്നു, നമുക്ക് അവരെ മനസ്സിന് വിഷമിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ ഭർത്താവിനാണെങ്കിൽ ഭാര്യയോട് പറയും നിങ്ങൾ മഞ്ഞൾപ്പൊടി ചൂടിക്കോളൂ എന്ന് പറയും. പറഞ്ഞു ചെറിയ നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് ചൂടിക്കോളൂ എന്ന് പറയും. ദോഷമുള്ളത് ചൂടിക്കോളൂ എന്ന് പറയും. അപ്പോൾ അവർ വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആണുങ്ങളുടെ അടുത്താണെങ്കിൽ പറയും മഞ്ഞപ്പൊടി ഒന്ന് ചൂടിക്കോളൂ, ധനം വരുമെന്ന് പറയും. അപ്പോൾ ഇത് പറയാൻ പറ്റില്ല. മറ്റേയാളുടെ അടുത്ത് പറയും എന്താണെന്ന് പറയാം, സ്ത്രീകളുടെ അടുത്ത് പറയും സുന്ദരിയല്ലേ മഞ്ഞപ്പൊടി ചൂടിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന് ആരുടെയും കൊണ്ടങ്ങ് പറയിപ്പിക്കും. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ചൂടുന്നത് ഇതിൻ്റെ ദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ നാഗദോഷം പെട്ടെന്ന് ബാധിക്കുന്ന ദോഷം അത് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ വായു പോലും ദുരിതത്തിൽ വരും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പുറത്ത് പറഞ്ഞ ആളുകളെല്ലാം കൂടെ നമ്മളെ ഓട്ടിച്ചിട്ടടിക്കും. ഇവൻ വേറും എന്താ വിഷയം. കാരണം അപ്പോൾ നമ്മൾ ചോദിക്കും, ചില ഇവിടെ പ്രമുഖമായ ചില ഇല്ലങ്ങളിൽ അമ്മമാർക്ക് ഈ ദുരിതമുണ്ട്. നാളെ അവർ എന്തൊക്കെ ആവുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ അവർക്കുണ്ടല്ലോ ബാക്കി വിഷയമില്ലല്ലോ, ഞങ്ങൾക്ക് വിഷയമുണ്ട്. അവരെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർക്കിത് സംഭവിക്കുന്നത് തന്നെ ഈ ബാക്കി ചുറ്റുപാടുമുള്ള സകല ദുരിതങ്ങളും അവരെ ഏൽക്കുകയാണ്. എല്ലാവരുടെ ദുരിതം അവർ ഏൽപ്പിട്ട് അവർ ആ ഒരു സിസ്റ്റത്തിനകത്ത്, ഒരു പ്രത്യേക സംവിധാനത്തിനകത്ത് ഒതുങ്ങി പൂജ ചെയ്തിരിക്കുക. അവർ അമൃതാനന്ദമയ്ക്ക് തുല്യ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? അമ്മ പോവില്ല. അമ്മ എന്തുകൊണ്ട് പോകുന്നില്ല? അമ്മ അവിടെ തന്നെ ഈ വരുന്ന നമ്മുടെ എല്ലാ ദുരിതവും അമ്മ ഏറ്റെടുക്കുക. അമ്മ അമൃതാനന്ദമയ്യ ഒരു ദേവതയ്ക്ക് തുല്യ. ആ അമ്മയെ നമുക്ക് ഈ ദുരിതം പറയാൻ പറ്റില്ല. അമ്മ വീട്ടിൽ നിന്ന് അമ്മയ്ക്കറിയാം. അമ്മ ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന ദുരിതവും തലക്കുഴിഞ്ഞ് പൈസയായിട്ടോ എന്തായിരുന്നു അമ്മയുടെ കീഴിലായിരുന്നു. അമ്മയെല്ലാം ഏൽക്കുക. സാക്ഷാൽ നാഗമാതാവാണ്, തീർച്ചയായും സാക്ഷാൽ നാഗമാതാവാണ്. അപ്പം ഇവർ ഇങ്ങനെ പറയും. പക്ഷേ ഇത് മാന്ത്രികത്തിലുള്ളവരാരും ഇത് പുറത്ത് പറയില്ല. കാരണം ഒരു വ്യക്തിയെ നമ്മൾ മാന്ത്രികത്തിൽ ഒരു പൂജ ചെയ്യാൻ പോകുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് മിണ്ടാതിരിക്കും. ഒരുപാട് ദോഷവശങ്ങളുണ്ട്. ഇതിനൊരു ചെറിയ റെമഡി നമുക്ക് ചെയ്യാം. വീട്ടിനകത്ത് ഒരാളുണ്ട്, നല്ല മഞ്ഞൾപ്പൊടി തൽക്കാലം ചൂടിയാൽ തൽക്കാലം ഇതാണ് ആശ്വാസം എന്ന് പറയുന്നു. പക്ഷേ ഇത് മാന്ത്രികത്തിൽ പറയുന്നതാണ്. ജ്യോതിഷത്തിലും പിന്നെ താന്ത്രികത്തിലും ഒക്കെ വേറെ വ്യത്യസ്തമായ അഭിപ്രായം ഉള്ളവരുണ്ടാവാം.
എന്തായാലും അവരുടെ അഭിപ്രായങ്ങൾക്ക് നമുക്ക് വിടാം. നമുക്ക് വിടാം, അവരെന്തോ ചെയ്തോട്ടെ. അഭിപ്രായം നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇത് പറയുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരുടെ മനസ്സിന് വിഷമമുണ്ടാക്കാനോ വരുന്നതല്ല. ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അടിയന്തരമായി നിങ്ങൾ നാഗക്ഷേത്രങ്ങൾ കയറി കിടന്നോളൂ, തൊഴുത് കിടന്നോളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും രക്ഷപ്പെട്ടോളൂ എന്നുള്ളതാണ്. കാരണം അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കും.